സോഷ്യൽ മീഡിയ നിറയെ ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ വിശേഷങ്ങളാണ്. ബിഗ് ബോസിലെ ഒട്ടുമിക്ക താരങ്ങളും സിജോയുടെ വിവാഹത്തിന് പങ്കെടുത്തു. എല്ലാവരും ചേർന്ന് വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇതാ വിവാഹ റിസപ്ഷനെത്തിയ ജാസ്മിന്റെ വീഡിയോയാണ് വൈറലാകുന്നത്. ഡാർക്ക് വയലറ്റ് സാരിയിൽ സുന്ദരിയായിരുന്നു ജാസ്മിൻ എത്തിയത്. ഗബ്രിയോടൊപ്പമാണ് ജാസ്മിൻ എത്തിയത്. ജാസ്മിനോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിവാഹത്തിന് വരാത്തവർ മിസ് ചെയ്തു, ഞങ്ങൾ നന്നായി അടിച്ചു പൊളിച്ചു, എല്ലാവരും തകർത്തു എന്നായിരുന്നു ജാസ്മിന്റെ പ്രതികരണം. എന്നാൽ മീഡിയക്കാരൻ ചോദിച്ചത് കണ്ണു കാണുന്നില്ലേ എന്നായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഇല്ലെന്നായിരുന്നു. ഉടനെ മീഡിയ ചോദിച്ചത് ഏത് ബ്രാൻഡാണ് അടിച്ചതെന്നായിരുന്നു. എന്നാൽ ജാസ്മിൻ പുച്ഛഭാവത്തോടു കൂടിയാണ് ഇതിന് മറുപടി നൽകിയത്. ഞാൻ അതല്ല പറഞ്ഞത്, ലെൻസ് വെച്ചതുകൊണ്ട് കണ്ണു കാണുന്നില്ലെന്നാണ് പറഞ്ഞതെന്നും ജാസ്മിൻ പറഞ്ഞു. ഉടനെ തന്നെ ജാസ്മിനെ വന്ന് വലിച്ചുകൊണ്ടു പോകുന്ന ഗബ്രിയെയും വീഡിയോയിൽ കാണാം. നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായി മാറിയത്. എന്തിനാണിങ്ങനെ അവരുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? എവിടെയെങ്കിലും കയറി ചെല്ലാനും ഈ മീഡിയകൾക്ക് ഒരു ഉളുപ്പും മടിയുമില്ല. ദ്വയാർത്ഥ പ്രയോഗങ്ങളോടെ എന്തിനാണ് ഇത്തരം കമൻറ്റുകൾ ചോദിക്കുന്നതെന്നായിരുന്നു മിക്ക ആളുകളും വിമർശിച്ചത്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും വീഡിയോയിൽ കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ലെൻസ് വെച്ചതുകൊണ്ട് കണ്ണു കാണുന്നില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ മീഡിയ ചോദിച്ചത് ഏത് ബ്രാൻഡാണ് അഴിച്ചതെന്നായിരുന്നു. വീഡിയോയിൽ അലസമായി ജാസ്മിൻ നടന്നതുകൊണ്ട് കള്ളു കുടിച്ച് ആടി നടക്കുകയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മീഡിയക്കാരുടെ ശ്രമമെന്നും മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ മീഡിയ തരം താഴരുതെന്നും ജാസ്മിനെ പോലുള്ള ഒരാളെ എന്തിനാണിങ്ങനെ കരിവാരിത്തേക്കാൻ നിരന്തരം എല്ലാവരും ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. സിജോയുടെ വിവാഹ റിസപ്ഷൻ തങ്ങൾ അടിച്ചു പൊളിച്ചെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. നല്ലൊരു സുഹൃത്തിൻ്റെ വിവാഹം കൂടിയ സന്തോഷത്തിലാണവൾ. ഇങ്ങനെയുള്ള കമൻറ്റുകളും തമ്പനയിലും വെച്ച് അവളുടെ സന്തോഷവും ജീവിതവും നശിപ്പിക്കരുത്. അവൾക്കൊരു കുടുംബമുണ്ട്, അത് ഓർക്കണം. തെറ്റുകൾ ആർക്കും പറ്റും, അത് തിരിച്ചറിയുന്നതാണ് നല്ലത്. ജാസ്മിന് തെറ്റുപറ്റി, അതവൾ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഗബ്രിയോടൊപ്പം സന്തോഷമായി അവൾ നിൽക്കുന്നുമുണ്ട്. നല്ലൊരു സുഹൃത്താണ് ഗബ്രി. അവനറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഗബ്രിയോടൊപ്പം ജാസ്മിൻ സന്തോഷമാണ്. അങ്ങനെ തന്നെ ഹാപ്പിയായി ഇരിക്കൂ എന്നും ആളുകൾ കമൻറ്റ് ചെയ്യുന്നു.